ഇതാ മോളില് സംസം 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 റുക്കിയ റുക്കിയ സംസം ഫർസീന വെറും സംസം വെള്ളം കുടിക്കുക. അസീനി ഞങ്ങൾ റൂമിലെല്ലാം വെറും സംസം വെള്ളമാണ് അല്ലേ ഹർസി? വെള്ളം കുടിച്ചോളണമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അത്ര രസമാണ്. അതുകൊണ്ട് മൊങ്ക ഫർസീന ഗ്ലാസ് നമുക്ക് വേണം. സീന തണുപ്പുണ്ടാ? ആ 2 ഗ്ലാസ് ഉണ്ട്. എടുക്കാൻ കഴിയുന്നില്ല, 2 ഗ്ലാസ് ഒട്ടിയിട്ടാണ്. വെള്ളത്തിനോട് ക്ഷാമയില്ല. ഇതൊന്നും വെള്ളത്തിന് മാഷാ അല്ലാഹ് തന്നെ ഭയങ്കര അനുഗ്രഹമല്ലേ എൻ്റെ ഉമ്മോ. അനുഗ്രഹം ഇതല്ലേ ഏടാ. ഇതെല്ലാം മന്ദിക്കില്ലെങ്കിൽ നാശം തന്നെയല്ലേ. നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളെല്ലാം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തിക്കില്ലെങ്കിൽ, ഒരു ഉമ്രെങ്കിലും ചെയ്തിക്കില്ലെങ്കിൽ എന്നുള്ള സ്ഥിതി എന്തായിരിക്കും? എന്ത് പണം ആരിക്ക് നാളെ മക്കളെ അടിയാനാ. അപ്പോൾ നമ്മളന്ന് മക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം കാണിക്കുക. കായപ്പ അതുപോലെ റസൂലി കിടക്കുന്ന സ്ഥലങ്ങളും കാണിക്കുക. മദീന, ഇതെല്ലാം ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യം. വേറൊന്നുമല്ല സമ്പാദ്യം. ഇതാ സമ്പാദ്യം. ആകെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളെയും കൂട്ടി നല്ലോണം പോവുക, നല്ല നല്ല സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുക, നല്ല നല്ല ഭക്ഷണം. എൻ്റെ ബാപ്പ അങ്ങനെയാണ് പറയില്ലേ, അരിഫെ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഡ്രസ്സ് ഇടണം, കയ്യിൽ നിന്ന് ആയിരിക്കും എന്തെങ്കിലും കൊടുക്കണം. മാഷാ അല്ലാഹ് എൻ്റെ ബാപ്പാൻ്റെ അതേപോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് അനുഗ്രഹമുണ്ട് അൽഹംദുലില്ലാ. ഹസീനൻ്റെ ഭാഗ്യമുള്ള ഹസീന ഫർസീന എല്ലാം ഭയങ്കര ഭാഗ്യം തന്നെ ഹസീന അല്ലേ? മാഷാ അല്ലാഹ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി തന്നെ മക്കൾ ഒരു ലൈഫ്, നല്ല ലൈഫ് ഇരിക്കണം. മരിക്കുന്നവരങ്ങനെ ആട്ടെ. ആമീന്ന് പറ. ആമീൻ. ഞങ്ങളിപ്പം ഇവിടെ നിന്ന് നിസ്കാരം ഏറ്റവും മോൾന്ന നിസ്കാരം മോൾന്ന് വാസി വേണ്ടി ഇരിക്കാം. മോൾ നിസ്കാരം കളിയിൽ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളെ പോകും. അത് വലിയ വലിയ ടീമുകൾക്ക് നമ്മൾ തീരെ സുഖമില്ലാത്ത വിളിക്കുവാണെങ്കിൽ മേലെയുള്ള അതിന് സൗകര്യം ചെയ്തു. എന്താ സംഭവം മാഷാ അല്ലാഹ്. ഇതെല്ലാം കാണുന്നേരം വെറുതെ ഉള്ളേ ഇതിനല്ല വെറുതുണ്ടോ? വേറൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ വാതിൽ, കയപ്പൻ്റെ വാതിൽ, പിന്നെ അസ്വദില്ലേ, അജ്വൽ അസ്വദ്, അത് കിബിലയാണ്, ഇന്ത്യൻ്റെ കിബിലയാണ്. നമ്മളെല്ലാം നിസ്കരിക്കുന്ന ഫ്രണ്ട് ഭാഗത്ത് വെക്കുന്ന കിബില. നമുക്ക് ഏറ്റവും കിട്ടിയ ഭാഗ്യം. പിന്നെ പർസിനേതാ രസ്ബിയ ഞങ്ങൾ വരുന്നേരം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പർസിനാക്കി കൊടുത്ത സീനാക്കി കൊടുത്തതാണ്. അതുപോലെ രസ്ബിയ ഞങ്ങളറിയില്ല. ഇവിടെ പല കാര്യങ്ങളും പല ഇതുമായിട്ട് പല ജനങ്ങളും ഇവിടെ എന്തും ചെയ്തു കൊടുക്കുന്നുണ്ട്. വെള്ളം, അതേപോലെ പിന്നെ ചായ, പിന്നെ കിറ്റ്, ചോറ്, പിന്നെ രസ്ബിയ, മുട്ടായി, ഈത്തപ്പായം, ധർമ്മം ഇങ്ങനെ ഭാരി ചിലവാക്കുക, കൊടുക്കുക. കസാല ഇരുന്ന് ഇരിക്കാൻ ആൾക്കാർക്ക് കസാല ഉണ്ടെങ്കിൽ ഇങ്ങനെ റോട്ടിൽ ഇഷ്ടം പോലെ ഇട്ട് ഫ്രീ ആയിട്ട് എടുത്ത് നിസ്കരിച്ചു വന്നു പറയാം. ഇതെല്ലാം ഒന്ന് കാണുന്ന ഈ അനുഗ്രഹം അല്ലാത്ത പറഞ്ഞറിയിക്കാൻ കഴിയില്ല അല്ലേ? അറിയാൻ കഴിയാ. ഭയങ്കര സ്നേഹം. ഏതോ ഒരു നാട്ടുകാർ നമ്മളിതായിട്ട് യാതൊരു ബന്ധമുണ്ട്. ഭയങ്കര അസ്സലാമു അലൈക്കും ഹാജി 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 വിളിച്ചിട്ടൊരു ഹാജി. ഇനി ഞായറാഴ്ചൻ്റെ അന്ന് ഞങ്ങൾ ഇവിടത്തേക്ക് പോകും. എടാ ഉച്ചക്ക് മദീനത്ത്. അവിടെ ഇതിലും കൂടുതൽ സ്നേഹം കിട്ടുന്ന സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് ഈ 2 ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളൂ. ഇന്നും നാളെ മറ്റന്നാളത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് യാത്രയായി. അപ്പോൾ ഇവിടുന്ന് ഞായറാഴ്ചൻ്റെ അന്ന് രാവിലെ കാബൻ്റോട് കരഞ്ഞ് ദ്വയ ഉണ്ടാവും. ഇവിടുന്ന്
തവാവ് ചുറ്റി ഇവിടെ വിട പറയും. വിട പറഞ്ഞാൽ ഇവിടുന്ന് പെട്ടെന്ന് പോകണം, പിന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല, പിന്നെ റസൂലിൻ്റെ അടുത്ത് അങ്ങ് യാത്ര. ഇൻഷാ അല്ലാഹ് അതിനെത്തിക്കട്ടെ. എല്ലാവർക്കും നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പ്രാർത്ഥനയെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നോട് ഒസിയത്ത് അങ്ങ് പറഞ്ഞ ആൾക്കാർക്ക് ഉണ്ടാവും. അതേപോലെ മദീനത്തെത്താൻ വേണ്ടിയിട്ട് ആരെയും കുറേ ആൾക്കാർ സലാം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാം പോകും. ഫർസിന കരഞ്ഞു പോലെ ഫർസിന അല്ലേ പറയില്ലേ? എല്ലാവർക്കും വേണ്ടി അവളോട് ആരെല്ലാം പറഞ്ഞെങ്കിൽ എല്ലാവർക്കും എല്ലാ ദുആയും അവൾ ചെയ്തിട്ടുണ്ട്. ഫർസിന ഇരിക്കില്ല എല്ലാവരും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.